ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ജീര റൈസിൻ്റെ കൂടെയോ നോർമൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നോർത്ത് ഇന്ത്യൻ കറിയാണ് ദാൽ പാലക്. പാലക്ക് കൊണ്ടുള്ള ഒരു അടിപൊളി കറിയുമായിട്ടാണ് ഇന്ന് വന്നത് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ് ഈ ഡിഷ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക കേട്ടോ. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം നന്നായി പൊട്ടി വരുമ്പോൾ 1 കപ്പ് ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഒനിയൻ ഇട്ട് കൊടുക്കുക. 2-3 പച്ചമുളക് ഇതുപോലെ കീറിയതും കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇതിനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. പാലക്കിൽ കാൽഷ്യവും അയണും പോലുള്ള കണ്ടൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ധാരാളമായിട്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ഒനിയനൊക്കെ നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോട്ടായി വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം ടൊമാറ്റോ ചോപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ചെറുതായിട്ട് തന്നെയാണ് ടൊമാറ്റോവും ചോപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ടൊമാറ്റോ നന്നായി മാഷ് ആവണം കേട്ടോ. മാഷ് ആവണ വരെ ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 2 മിനിറ്റ് താഴ്ത്തി അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ടൊമാറ്റോ മാഷായി കിട്ടും. കണ്ടോ, അധികം ഓയിലില്ലാതെ മാഷ് ചെയ്യാനുള്ളൊരു എളുപ്പമാർഗ്ഗം കൂടിയാണ് ഇങ്ങനെ. അപ്പോൾ ഇതാ മാഷായി കിട്ടിയ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്കിൻ്റെ ചതച്ചതും കൂടി ഇട്ടിരുന്നു. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി 1 കപ്പ് പാലൊക്കെ ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് ഇളക്കി, വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഇതിലിരുന്നിട്ട് തന്നെ വെന്ത് കിട്ടും. പാലക്ക് ഇങ്ങനെ വേവിക്കുമ്പോൾ ഒരുപാട് കൊഴുപ്പ് ഈ പാലക്കിൻ്റെ പൊതുവെ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വയ്ക്കാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അധികം കൊഴുപ്പ് തോന്നില്ല കേട്ടോ പാലക്കിന്. എന്നാൽ ഹെൽത്തിയുമായിട്ടും ടേസ്റ്റിയുമായിരിക്കും. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതാ നമ്മുടെ പാലക്കൊക്കെ നന്നായി ഇങ്ങോട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ആ ജിഞ്ചറും ഗാർലിക്കും ചതച്ചിട്ടതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റും. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് കടലപ്പരിപ്പ് വേവിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചനാ ദാലാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുക. കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനെ കുക്കറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതാണ്. ഇനി അതിനെ ഒന്ന് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇതിലേക്ക് ആ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. പാലക്കും ദാലും കൂടി മിക്സായി വന്നിട്ടുണ്ട്. കണ്ടോ നന്നായിട്ട്. ഇപ്പോൾ ഇതിലധികം മസാലകളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒരുപാട് മസാല ഇല്ലാതെ തന്നെ വളരെ ടേസ്റ്റിയാണ് ഈ ഡിഷ്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇതാ മുകളിലൂടെ തൂവിക്കൊടുക്കാം നമുക്ക്. ഇനി കുറച്ച് ഗരം മസാലയുടെ പൊടി ഇതാ ഇതുപോലെ മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് മതി, ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്താൽ മാത്രം മതി. ലേശം നമ്മുടെ വറുത്ത ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലേവർ റെഡി. ഇനി ചെറിയൊരു പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബട്ടറിൻ്റെ ഫ്ലേവറും കൂടി ഇതിലിറങ്ങാം. ജസ്റ്റ് ഇതിനെ ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് കുക്കാവട്ടെ ആ മസാലയൊക്കെ ആയിട്ട്. 2 മിനിറ്റ് ഇങ്ങനെ ആയാൽ മതി. അപ്പോൾ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഞാനിതാ ഒരു പീസ് ബട്ടറും കൂടി വെച്ചിട്ടുണ്ട്. ചെടിച്ചിട്ട് ആ ചപ്പാത്തിയും ഈ കറിയും കൂടി ഇനി വേഗം വിളമ്പാവും. ആ ബട്ടറും കൂടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് ഒരു വേറൊരു ലെവലിലാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ദാൽ പാലക്.